ലച്ചു സിദ്ധു ലച്ചു എന്തിയെ? ആ എനിക്കറിയത്തില്ല. ലച്ചു നിങ്ങൾ വരുവോ? എന്താ? കുറച്ച് ഫണ്ട് ഉണ്ടാക്കി. ഫണ്ടാ? എന്തു പറ്റി? കുറച്ച് അത്യാവശ്യമായിരുന്നു. എന്തു പറ്റി? ഞാനേ കുറച്ച് സ്വർണം പണയത്തിന് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ അത് പുതുക്കാൻ സമയമായി. മാത്രമല്ല ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ച് അവിടെ നിന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാലോ എന്ന്. അങ്ങനെയാണെങ്കിലേ എന്റെ കയ്യിലേ കുറച്ച് എക്സ്ട്രാ ഫണ്ട് ഉണ്ട്. അമ്മായി അത് പുതുക്കണ്ട, ആ സ്വർണം മൊത്തം അങ്ങ് എടുക്ക്. എന്നിട്ട് പയ്യെ പയ്യെ എനിക്ക് പൈസ തന്നു തീർത്താൽ മതി. ശരിക്കും? ഇവിടെ നീ ഒരു സംഭവം തന്നെടേ. നിനക്ക് എന്റെ അടുത്തുള്ള പോലത്തെ ഇഷ്ടം വേറെ ആർക്കും ഇല്ല. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. വേണമെങ്കിൽ അതിന്റെ പലിശ തന്നു, ഞാൻ മേടിച്ചോളാം. ലച്ചോ ഞാൻ ചുമ്മാ പറഞ്ഞ അമ്മായി. എന്തായാലും ഫണ്ട് അത്യാവശ്യമാണ്. സെറ്റ് ചെയ്ത് തരാം, കുഴപ്പമില്ല. എന്താണ് രണ്ടാളും കൂടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണേ? അമ്മായിക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ, അപ്പൊ അതിനെപ്പറ്റി പറയായിരുന്നു. അല്ല അമ്മായി, അമ്മായിക്ക് ഫണ്ട് വേണമെങ്കിൽ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ദേ ദുബായിക്കാരൻ നിക്കുവല്ലേ, അങ്ങോട്ട് ചോദിച്ചാ പോരെ. എന്തായാലേ അതിന്റെ റെസിപ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പോയി നോക്കട്ടെ ടോട്ടൽ എത്രയാണ്. സിധു, അമ്മായിക്കേ കുറച്ച് ഫണ്ട് മറയ്ക്കാൻ വേണമെന്ന് പറഞ്ഞായിരുന്നേ, അപ്പൊ ഞാൻ അത് കൊടുക്കുന്നുണ്ട്. അല്ല ഇതൊക്കെ എന്തിനാ നീ എന്റെ അടുത്ത് പറയണേ? വെച്ചു ഉള്ള കാര്യം പറയാലോ. ഇപ്പൊ വന്ന് നിനക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നായ. സിദ്ധുവിന് പിന്നെ ശ്രദ്ധിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. ഷിഹാബിക്കയുടെ കാര്യം, ഷിഹാബിക്കയുടെ കടയുടെ കാര്യം, ദുബൈയിലെ കാര്യം, സ്റ്റാഫുകളുടെ കാര്യം, ഓഫീസിലെ കാര്യം, ബിസിനസ് കാര്യം, കൂട്ടുകാരന്റെ കാര്യം, കൂട്ടുകാരുടെ പെങ്ങടെ കല്യാണ കാര്യം. എന്നാ ഒരു പാവം പിടിച്ച ഭാര്യയായി വീട്ടിലുണ്ട്. ആളുടെ കാര്യം നോക്കാൻ മാത്രം ഇവിടെ ആരും. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഫോണും തോണ്ടി ഒരു കിടപ്പുണ്ട്. നീയും അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കണ്ട. ഇപ്പൊ എല്ലാരും ഫുൾ ടൈം ഫോണിനാട്ട. ഞങ്ങള് ഫോൺ കിട്ടാൻ കാത്തിരിക്കുക. താങ്കളുടെ വിലപ്പെട്ട അഭിപ്രായത്തിന് നന്ദി. വന്ന വഴി വണ്ടി വിട്ടോ. ഗ്യാപ്പ് ഇട്ടപ്പോ പറഞ്ഞേ ഉള്ളൂ. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. വന്നേ ഇപ്പൊ നിന്റെ ചേച്ചിയുടെ അടുത്തൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. എന്തു പറഞ്ഞാലും അങ്ങോട്ട് ദേഷ്യപ്പെടുക. അശോ, ദേഷ്യപ്പെടാത്ത ഒരാള് വന്നേക്കുന്ന്. നിങ്ങളെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടുക്കാണ്. കൊറേ നാൾക്ക് ശേഷമല്ല മുഖത്ത് നോക്കി സംസാരിക്കുന്നേ, അതിന്റെയാ. പഴക്കിന്റെ പേരിലെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കും. ഞാൻ മുഖത്തൊക്കെ നോക്കുന്നുണ്ട്, ഇവനാ നോക്കാത്തെ. നോക്കാൻ പറ്റിയ കോലം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. എങ്ങോട്ടെങ്കിലും ഫോൺ നോക്കുവാണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കണം. അതിന്റെ ഇടയിൽ ഇടം കണ്ടിട്ട് എന്നെ നോക്കരുത്. ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കാത്ത എനിക്ക് പോസിറ്റു. നീ പോയി അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്, ഞാൻ എനിക്ക് പോവാൻ. ആയിക്കോട്ടെ, ഞാൻ പൊക്കോളാം. നോക്കണേ. എന്താ നീ ഇങ്ങനെ വന്ന് തിരിച്ചു നോക്കണേ? നീ